പോകുന്നതാണ്. ഇവിടെ അവരുടെ ഭാഗ്യം എന്താണ്? അവർക്കത് തിരിച്ചറിയാൻ സാധിച്ചു. ആകാശത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക്, ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. അപ്പോൾ ആകാശത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആനന്ദമുണ്ടാക്കും വിധം ശുഭമായ വാക്കുകളാൽ ദേവന്മാരോട് ഇങ്ങനെ അരുളി ചെയ്തു. അവളുടെ മംഗളസ്വരൂപിണിയാണ് ദേവി. അപ്പോൾ അവളുടെ വാക്കുകൾ എപ്പോഴും ശുഭകരങ്ങളായിരിക്കും. അശുഭകരങ്ങളായിട്ട് ദേവിക്കൊന്നും പറയാൻ പറ്റില്ല. മംഗളസ്വരൂപത്തിൽ നിന്ന് അമംഗളമായിട്ടൊന്നും ഭവിക്കില്ല. അപ്പോൾ ആ അശരീരി തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് എന്നർത്ഥം. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൂടെ ദേവി സംവദിക്കുന്നത് കേൾക്കാൻ ശ്രദ്ധയുള്ളവരായിരിക്കണം. ആ ശ്രദ്ധയുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭക്തി ഉണ്ടാകണം. ഭക്തി ഇല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാവില്ല. ശ്രദ്ധ ഉണ്ടാവുമ്പോഴാണ് ഇത് കേൾക്കുക. അങ്ങനെ അശരീരിയായി വാക്ക് കേട്ടു അവർ. മാ കുരുധ്വം സുരാശ്ചിന്താം സ്വസ്ഥാസ്തിഷ്ഠന്തു ചാമരാ സ്തുതാഹം നിഗമൈഃ കാമം സന്തുഷ്ടാസ്മി ന സംശയ. ഹേ ദേവന്മാരെ, നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. നമ്മളോടും കൂടിയുള്ളൊരു അശരീരിയാണിത്. നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. അമരന്മാരെ, നിങ്ങൾ സ്വസ്ഥരായിരിക്കുവിൻ. വേദങ്ങൾ എന്നെ വേണ്ടതുപോലെ സ്തുതിച്ചാൽ ഞാൻ സന്തുഷ്ടയാണ്. അറിവുകൊണ്ട്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് സ്തുതിച്ചാൽ ഞാൻ സന്തുഷ്ടയാണ്. അതിന് സംശയമൊന്നുമില്ല. സ്തുതി എന്നെ സന്തോഷിപ്പിക്കും. സ്തോത്രം ഒരു ഉപായം തന്നെ ആണ്. യപ്പുമാൻ മാനുഷേ ലോകേ സ്തൗത്യേതാം മാമകീം സ്തുതിം പഠിഷ്യതി സദാ ഭക്ത്യാ സർവാൻ കാമാൻ അവാപ്നുയാത്. ഏതൊരു മനുഷ്യനാണോ ലോകത്ത് എന്നെ എൻ്റേതായ ഈ സ്തുതി കൊണ്ട് സ്തുതിക്കുന്നത്, ഈ സ്തുതി ഭക്തിയോടുകൂടി സദാ പഠിക്കുന്നത്, അവൻ എല്ലാ ആഗ്രഹങ്ങളും നേടും. വീണ്ടും ദേവി തന്നെയാണ് പറയണത്. സ്തുതി കൊണ്ട് താൻ സന്തോഷിക്കുമെന്നും തന്നെ സ്തുതിക്കുന്നവരുടെ സകല ആഗ്രഹങ്ങളും താൻ സാധിച്ചു കൊടുക്കും എന്നും ദേവി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദേവി ഈ പ്രത്യേക സ്തുതിയുടെ പ്രാധാന്യം പറയുകയാണ്. ഈ സ്തുതി കൊണ്ട് എന്നെ ആരാണോ സ്തുതിക്കുന്നത്, ഞാൻ അവരിൽ സന്തോഷിക്കുകയും അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുകയും ചെയ്യും. ശൃണോതി വാ സ്തോത്രമിദം മദീയം ഭക്ത്യാ ത്രികാലം സതതം നരോയ വിമുക്ത ദുഃഖ സ ഭവേത് സുഖീച വേദോക്തമേതന്നനു വേദതുല്യം. എന്നെ സംബന്ധിച്ച ഈ സ്തോത്രം ഭക്തിയോടുകൂടി 3 നേരവും ആരാണോ കേൾക്കുകയെങ്കിലും ചെയ്യുന്നത്, വായിക്കണം എന്നില്ല, കേട്ടാൽ മതി. ഈ ശബ്ദം കർണപുടങ്ങളിൽ അർത്ഥജ്ഞാനമില്ലാതെ പതിച്ചാലും മതി. അർത്ഥജ്ഞാനമില്ലാതെ ഇത് പതിച്ചാൽ എങ്ങനെയാണത് എഫക്റ്റീവ് ആവുക? ബോധമനസ്സുകൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊരിക്കലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്ന് ധരിക്കരുത്. കാരണം നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും സാക്ഷാത് ഈശ്വര സ്വരൂപികളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ സകല ചിന്തകളുടെയും അടിത്തറയായി വിളങ്ങുന്ന ബോധസ്വരൂപത്തിന് ആ അർത്ഥത്തെ ഗ്രഹിക്കാൻ ഉള്ള കഴിവുണ്ട്. കർണപുടങ്ങളിൽ പതിക്കുന്ന ശബ്ദങ്ങളുടെ അർത്ഥത്തെ അത് ഗ്രഹിച്ച് അത് വെളിപ്പെടുത്തി തന്ന് നമ്മളെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അർത്ഥമറിയാതെ കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അർത്ഥം അറിഞ്ഞിട്ട് കേട്ടാൽ വളരെ നല്ലത്. കാരണം കോൺഷ്യസ് മൈൻഡും കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അഗാധ തലങ്ങളിലുള്ള ബോധം മാത്രമാണ് പതുക്കെ ഉണർന്ന് മുന്നോട്ട് വരിക. സമയം കൂടുതലെടുക്കും. ഭക്തിയോടുകൂടി 3 നേരവും ആരാണോ കേൾക്കുകയെങ്കിലും ചെയ്യുന്നത്, അവൻ സകല ദുഃഖങ്ങളും വെടിഞ്ഞ് സുഖിയായി തീരും. വേദങ്ങൾ ചെയ്ത ഈ സ്തുതി വേദതുല്യമാണല്ലോ. അപ്പോൾ വേദങ്ങൾ ചെയ്ത ഈ സ്തുതി ചൊല്ലിയാൽ മതി ദുഃഖങ്ങളെല്ലാം തീരാൻ. ഇനി ദേവി ആ സ്തുതിയുടെ മഹാത്മ്യമൊക്കെ പറഞ്ഞു, ഇത് ചൊല്ലുന്നവർക്കുണ്ടാവുന്ന ഗുണമൊക്കെ പറഞ്ഞു. ഇനിയും കാര്യത്തിലേക്ക് കിടക്കാം. ദേവി കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ദേവിയല്ല, അശരീരിണിയായിട്ട് കേൾക്കുന്ന ശബ്ദം. ദേവി ആകാശത്ത് മറഞ്ഞു നിന്നുകൊണ്ടാണ്, പ്രത്യക്ഷമായിട്ടില്ല. ദേവി ഭാഗവതത്തിൽ പലയിടത്തും
ദേവി അപ്രത്യക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. ശ്രീ മഹാഭാഗവതത്തിൽ വൃത്രാസുരൻ്റെ വധത്തിന് വേണ്ടിയിട്ട് അശരീരി കേട്ടതുപോലെ ഇന്ദ്രൻ അശരീരി കേട്ടിട്ടാണ് ദധീചി മഹർഷിയുടെ എല്ലുകൊണ്ട് വജ്രം ഉണ്ടാക്കുന്നതും വൃത്രാസുരനെ ഇല്ലാണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ അശരീരി, ശരീരത്തോടു കൂടിയല്ലാത്ത ശബ്ദത്തിന് ശരീരം വേണം. നമുക്കറിയാവുന്ന ശബ്ദമുണ്ടാകണമെങ്കിൽ ശരീരം വേണം. അപ്പോൾ ശരീരത്തിലോടുകൂടി അല്ലാത്ത ശബ്ദം, നമ്മുടെ ഉള്ളിൽ അന്തർവേദ്യമായ ശബ്ദം, ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിൽ ദേവി തുടർന്ന് പറയാണ്, ശൃണ്വന്തു കാരണം ചാദ്യ യദ്ഗതം വദനം ഹരേ അകാരണം കഥം കാര്യം സംസാരേത്ര ഭവിഷ്യതി. എന്തുകൊണ്ടാണ് ഹരിയുടെ ശിരസ് ഇപ്പോൾ പോയതെന്ന് കേട്ടാലും ഈ സംസാരത്തിൽ കാരണമില്ലാതെ കാര്യം ഉണ്ടാകുകയില്ലല്ലോ. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. എല്ലാം പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നത് ഞാൻ പറയാം. ഇനി ആ കഥ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഹരിയുടെ തലയറ്റുപോയത് എന്ന കഥ പറയുകയാണ്. ഉദധേസ്തനയാം വിഷ്ണു സംസ്ഥിതാം അന്തികേ പ്രിയാം ജഹാസവദനം വീക്ഷ്യ തസ്യാസ്തത്ര മനോരമം. ഒരിക്കൽ അടുത്ത് നിന്ന പ്രിയപ്പെട്ട ലക്ഷ്മീദേവിയുടെ അത്യാകർഷമായ മുഖത്തു നോക്കിക്കൊണ്ട് വിഷ്ണു ചിരിച്ചു. ഒരിക്കലും എപ്പോഴും അടുത്തിരിക്കുക. അപ്പോൾ എപ്പോഴും ഈ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഒരു പ്രാവശ്യം അടുത്തിരുന്ന സമയത്ത് ഈ ലക്ഷ്മീദേവിയുടെ അത്യാകർഷമായ മുഖം, അതിസുന്ദരമാണ് ഈ ലക്ഷ്മീദേവിയുടെ മുഖം. ലക്ഷ്മീദേവി എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് സ്വരൂപിണിയാണ്. ആകപ്പാടെ ഒരു താമരമയമാണ്. കയ്യിലും താമര, കണ്ണും താമര, പാദങ്ങൾ കണ്ടാൽ അതും താമര. ആകപ്പാടൊരു സൗന്ദര്യത്തിൻ്റെ കൂത്തരങ്ങാണ് ഈ ലക്ഷ്മീദേവി. ആ ലക്ഷ്മീദേവിയുടെ സുന്ദരമായ അത്യാകർഷമായ മുഖത്ത് നോക്കിക്കൊണ്ട് വിഷ്ണു ഒന്ന് ചിരിച്ചു. തയാ ജ്ഞാതം ഹരിർനൂനം കഥം മാം ഹസതി പ്രഭു വിരൂപം ഹരിണാദൃഷ്ടം മുഖം മേ കേന ഹേതുന. പ്രഭുവായ ഹരി തീർച്ചയായും എന്തുകൊണ്ടോ തന്നെ നോക്കി പരിഹസിക്കുകയാണെന്ന് ലക്ഷ്മീദേവിക്ക് തോന്നി. എന്തോ കാരണത്താൽ വിരൂപമായ തൻ്റെ മുഖമാണ് ഹരി കണ്ടത്. മഹാലക്ഷ്മി മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നമ്മളും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. തുടർന്ന് കേൾക്കാം, അപ്പോൾ കൃത്യമായി മനസ്സിലാകും. അപ്പോൾ തൻ്റെ ചന്ദ്രസഹോദരിയാണ് ഈ ലക്ഷ്മീദേവി. അതിസുന്ദരമായിരിക്കും. പക്ഷെ ദേവിക്ക് തോന്നുകയാണ്, ഇനി എൻ്റെ മുഖത്ത് എന്തെങ്കിലും വൈരൂപ്യം കണ്ടിട്ടായിരിക്കുമോ ഈ ഹരി ചിരിക്കുന്നത്. വിനാപി കാരണേനാദ്യ കഥം ഹാസ്യസി സംഭവ സപത്നീവ കൃതാതേന മന്യേന്യാവരവർണിനി. എന്തെങ്കിലും കാരണം കൂടാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ചിരി ഉണ്ടായത്? ഏതോ ഒരു സുന്ദരിയെ അദ്ദേഹം സപത്നിയാക്കിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ തോന്നൽ. നെക്സ്റ്റ് റീസണിങ് ആണ്. നമ്മൾ നേരത്തെയും കണ്ടു ഇതേപോലത്തെ റീസണിങ്. ഇപ്പം അത് വേറൊരു രൂപത്തിൽ പറയുകയാണ്. ലക്ഷ്മീദേവി പറയാണ്, എൻ്റെ മുഖത്ത് എന്തെങ്കിലും വൈരൂപ്യം കണ്ടിട്ടായിരിക്കും ചിരിക്കുന്നത്. ചിലപ്പോൾ അടുക്കളയിൽ പണിയെടുത്ത സമയത്ത് കരി വല്ലതും അവിടെ ഇവിടെയും പുരണ്ട് അത് കണ്ട് അങ്ങനെ ചിരിക്കുന്നതാണോ? ഇനി അതൊന്നുമല്ലെങ്കിൽ മറ്റേതോ സുന്ദരിയെ ഇദ്ദേഹം സപത്നിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കണ്ടപ്പം നിന്നെക്കാളും കൊള്ളാവുന്ന ഒരുത്തിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ചിരിച്ചതാണോ? അങ്ങനെയാവാം. തതഃ കോപയുതാജാത മഹാലക്ഷ്മീ തമോ ഗുണ താമസീതു തദാശക്തിസ്തസ്യാ ദേഹേ സമാവിശത്. അതുകൊണ്ട് ലക്ഷ്മീദേവി അപ്പോൾ കോപത്താൽ തമോ ഗുണയായി തീർന്നു. താമസശക്തി ആ ദേവിയുടെ ദേഹത്ത് അപ്പോൾ സമാവേശിച്ചു. ആദ്യത്തിൽ അത്ര ദേഷ്യം വന്നില്ല. എന്തോ കാരണത്താൽ വിരൂപമായ തൻ്റെ മുഖമാണ് ഹരി കണ്ടത് എന്നുള്ളതിൽ അത്ര കുഴപ്പം തോന്നിയില്ല. അത് ചിലപ്പോൾ കരി പുരണ്ടതായിരിക്കും, പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ വല്ലതും പറ്റിയതായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനെ തള്ളിക്കളയാം. രണ്ടാമത്തത് ദേവിക്ക് അങ്ങോട്ട് സഹിച്ചില്ല.
എന്നെക്കാൾ സുന്ദരിയായ ഏതോ ഒരുത്തിയെ ഇയാൾ പാട്ടിലാക്കിയിട്ട് എന്നെ കണ്ടപ്പോൾ ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തുണ്ടായി? ദേവി ക്ഷുഭിതയായി, ദേവിക്ക് ദേഷ്യം വന്നു. അപ്പോൾ നമ്മളും ഇടയ്ക്ക് പറയാറില്ലേ, ദേഷ്യം വരുമ്പം ചിലർക്കൊക്കെ, നമുക്ക് തന്നെ ദേഷ്യം വരുമ്പം മറ്റു പലർക്കും ദേഷ്യം വരുമ്പം നമ്മളും പറയാറുണ്ട് എന്തോ പ്രേതബാധ പോലെയാണെന്ന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പ്രേതബാധ പോലെയാണെന്ന്. സാധാരണ അങ്ങനെ ദേഷ്യം വരാറില്ല, ദേഷ്യം വന്നാൽ പിന്നെ ബാധ വന്ന പോലെയാണ്. ഇവിടെ അത് തന്നെയാണ്. താമസീ ശക്തി ദേവിയെ ആവേശിച്ചു എന്നാണ്. ഒരു ബാധ, താമസീ ശക്തി, രജോ ഗുണപ്രധാനയാണ് ദേവി. ആ ദേവി തമോ ഗുണപ്രധാനയായി തീർന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദേഷ്യം വന്നാൽ എന്താ സംഭവിക്കുക? ദേഷ്യം വന്നാൽ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് ദേവി ചെയ്യാൻ പോണത്. നമ്മളെന്താ ചെയ്യുക? പ്രാകും. എന്താ ദേവി ചെയ്യാൻ പോവാണ്? കേനചിത് കാലയോഗേന ദേവകാര്യാർത്ഥസിദ്ധയെ പ്രവിഷ്ട താമസീ ശക്തി തസ്യാ ദേഹേ അതിദാരുണ. താമസീ ശക്തി ഒന്ന് വിസ്തരിക്കുകയാണ്. ഏതോ കാലനിയോഗം അനുസരിച്ച് ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് അത്യന്തം ദാരുണമായ താമസശക്തി അവളുടെ ദേഹത്ത് പ്രവേശിച്ചത്. അതായത് ആ പ്രവേശിച്ച താമസശക്തി പോലും എന്തോ ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവേശിച്ചത്. അതായത് ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളെയും വേണ്ടതുപോലെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ശുഭകരങ്ങളാണ് എന്ന് എടുത്തു പറയുകയാണ്. ഏതോ കാലനിയോഗമനുസരിച്ച് ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ്, ദേവന്മാരെ ഉപദ്രവിക്കാനല്ല, ദേവന്മാരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് അത്യന്തം ദാരുണമായ താമസശക്തി അവളുടെ ദേഹത്ത് പ്രവേശിച്ചിട്ട് എന്താ സംഭവിച്ചത്? താമസ്യാവിഷ്ടദേഹാസ ചുകോപാതിശയം തഥാ ശനകൈ സമുവാചേതമിതം പതതു തേ ശിര. എന്തൊരു പ്രാഗിയതെന്നറിയോ? താമസീ ശക്തി ശരീരത്തിൽ കടന്നുകൂടിയപ്പം ലക്ഷ്മീദേവി അത്യന്തം കുപിതയായി. അങ്ങനെയാ നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട്, അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ബാധ കയറിയതുപോലെയാണ്. പിന്നെ എന്താ ചെയ്യുക, എന്താ പറയുക ഒരു പിടിയില്ല. അതേപോലെ താമസീ ശക്തി ശരീരത്തിൽ കടന്നുകൂടിയപ്പം ലക്ഷ്മീദേവി അത്യന്തം കുപിതയായി ഇങ്ങനെ പതുക്കെ പറഞ്ഞു, അങ്ങയുടെ ഈ ശിരസ് വീണുപോകട്ടെ. എന്തൊരു കൊടും പ്രാക്ക! ഞാനോ നിങ്ങളോ പ്രാഗിയ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. കാരണം എന്താ? എൻ്റെ നിങ്ങളുടെയൊക്കെ തല ഇപ്പോൾ സ്വസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. പക്ഷെ മഹാലക്ഷ്മി അങ്ങനെയല്ല, ആദിപരാശക്തി സ്വരൂപിണിയാണ്. പ്രാഗ് ഫലിക്കും. പ്രാഗിയത് എന്താ? അങ്ങയുടെ ഈ ശിരസ് വീണുപോകട്ടെ. സ്ത്രീ സ്വഭാവാച്ഛഭാവിത്വാത് കാലയോഗാദ് വിനിർഗത അവിചാര്യ തദാദത്ത ശാപ സ്വസുഖ നാശന. സ്ത്രീ സഹജമായ സ്വഭാവം, ചാഞ്ചല്യം, ചഞ്ചലത, വീണ്ടുവിചാരമില്ലായ്മ, അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷരിൽ ഉണ്ടെങ്കിലും അത് സ്ത്രീ സ്വഭാവമാണ്. സ്വഭാവ സവിശേഷതകളെ സ്ത്രൈണമെന്നും പൗരുഷമെന്നും വേർതിരിച്ചിരിക്കുന്നു. ഏതുപോലെ വാക്കുകളെ സ്ത്രീലിംഗമെന്നും പുല്ലിംഗമെന്നും വേർതിരിച്ചിരിക്കുന്നതുപോലെ പുല്ലിംഗങ്ങളെല്ലാം പുരുഷന്മാരെ സംബന്ധിക്കുന്നത് മാത്രമല്ല, അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതും പുല്ലിംഗങ്ങളുണ്ട്. സ്ത്രീലിംഗങ്ങളെല്ലാം സ്ത്രീകളെ സംബന്ധിക്കുന്നത് മാത്രമല്ല, അതിൽ പുരുഷന്മാരെ സംബന്ധിക്കുന്നതും ഉണ്ട്. അതേപോലെ സ്വഭാവങ്ങളെയാണ് ഈ വേർതിരിച്ചിരിക്കുന്നത്. ജെൻഡർ ഡിഫറൻസിയേഷൻ അല്ല, ഇത് സ്വഭാവ ഡിഫറൻസിയേഷനാണ്, ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസിയേഷനാണ്. അപ്പം സ്ത്രീ സഹജമായ സ്വഭാവം ഭവിച്ചേ തീരൂ എന്നുള്ള സ്ഥിതി, യോജിച്ച കാലം എന്നിവ കൊണ്ടെല്ലാം തൻ്റെ തന്നെ സുഖം നശിപ്പിക്കുന്ന ശാപം അപ്പോൾ തന്നെ നൽകപ്പെട്ടു. ആരെയാണോ നാം പ്രാകുന്നത്, ആ പ്രാക്ക് ഫലിച്ചാൽ അവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുക, നമുക്കും ഉണ്ടാകും ബുദ്ധിമുട്ട്. കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്തൊരു ഈശ്വരാനുഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാക്ക് ഫലിക്കാത്തതും നമുക്കൊന്നും കുഴപ്പമുണ്ടാകാത്തതും. മനസമാധാനത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റുമോ ഉള്ള പ്രാക്കെല്ലാം ഫലിച്ചാൽ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാക്ക് ഫലിക്കാതിരിക്കുന്നതും ഈ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്നത് കൊണ്ടുണ്ടാകുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് സംഭവിച്ചു? അത് ഫലിക്കാൻ പോവുകയാണ്. ശാപ സ്വസുഖ നാശന. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ലക്ഷ്മീ ദേവിക്ക്
തൻ്റെ മുഖത്തു നോക്കി ചിരിച്ച മഹാവിഷ്ണുവിനോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ, എന്തിനാ ഹേ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത് എന്ന്? ഇത് ലക്ഷ്മീദേവിയും ചെയ്യാറില്ല, ഞാനും നിങ്ങളും ചെയ്യാറില്ല. മറ്റേയാളുടെ ചെയ്തികളെ, വാക്കുകളെ നമ്മുടെ അല്പമായ ബുദ്ധിയിലും അറിവിലുമിട്ട് നാം നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന് ആ നിഗമനമനുസരിച്ചിട്ടാണ് നാം പ്രവർത്തിക്കാറ്. ലക്ഷ്മീദേവി മാത്രമല്ല, ഞാനും നിങ്ങളും എല്ലാം അതേപോലെ തന്നെയാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായങ്ങളിൽ 95% ഏകപക്ഷീയമായതാണ്. മറ്റേയാൾ എന്താ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ഒരു ചിന്ത പോലും ഇല്ല. മറുപക്കം എന്നൊരു തമിഴ് സിനിമയുണ്ട്, ഗംഭീര സിനിമയത്. ആ സിനിമയിൽ ഈ തീമാണ് വിസ്തരിച്ച് വിവരിക്കുന്നത്. മറുപക്ഷത്ത് നിൽക്കുന്നയാൾക്കും ഒരു പക്ഷമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം തീരുമാനമെടുക്കുമ്പോഴാണ് നിഷ്പക്ഷമായ തീരുമാനം നമുക്കെടുക്കാൻ സാധിക്കുക. നമ്മളങ്ങനെയല്ല. നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി കയറെടുക്കും. നമ്മുടെ നിഗമനങ്ങൾ ശരിയാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കും. അവിടെയാണ് പ്രശ്നം. മഹാലക്ഷ്മി ഈ ചെയ്തത് ശരിയല്ല,